വീഡിയോ കാണുന്നില്ല. വീഡിയോ ഇല്ല. ഇപ്പൊ ഓക്കെ അല്ലേ? വോയിസ് വീഡിയോ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പൊ നമുക്ക് സിലബസ് അനുസരിച്ച് തന്നെ പോകാം. നമുക്ക് ആദ്യം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്പേഴ്സ് ആൻഡ് ദെയർ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ചെയ്താൽ കാണാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നമ്മളത് നോർമൽ ഒരു ക്ലാസ് പോലല്ല, മാത്സിന്റെ നമുക്ക് ലൈവ് ക്ലാസ് ആണ്. ലൈവായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അത് ബോർഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് വീഡിയോ കാണാൻ പറ്റുന്നതെന്ന് നോക്കുക എല്ലാവരും. കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു വിജയദശമി ആ ഒരു സമയമൊക്കെ അടുക്കുവാണല്ലോ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് അടിസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്പേഴ്സ് ആൻഡ് ദെയർ ബേസിക് ഓപ്പറേഷൻസ്, സംഖ്യകളും അവയുടെ അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സംഖ്യകളെ പറ്റി പഠിക്കാം നമുക്ക്. ഓക്കെ, സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു, കുറച്ച് നാളെ കഴിഞ്ഞ് കുറച്ച് വലുതായി, നമ്മള് ഓരോ അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങും, പിന്നെ 1-ാം ക്ലാസ്സിൽ പോയി തുടങ്ങും. അപ്പൊ ആ ഒരു പ്രായത്തിൽ നമുക്ക് 2-3 വയസ്സൊക്കെ ആവുന്ന സമയം തൊട്ട് നമ്മൾ എണ്ണുമില്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് എണ്ണി തുടങ്ങും. അപ്പൊ നമ്മൾ അങ്ങനെ എണ്ണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതാണ്? നമ്മൾ ആദ്യം പറയുന്ന നമ്പർ ഏതാണ്? യെസ്, അതെ, 1. യെസ്, 1 തന്നെയാണ്. യെസ്, നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. നാച്ചുറൽ നമ്പേഴ്സ് ഒന്നും നമ്മൾ 3 വയസ്സുള്ളപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയത്തില്ല. നമ്മൾ കൊച്ചു പ്രായത്തിൽ 1, 2, 3 എന്നൊക്കെ നമ്മൾ എണ്ണാറുണ്ട് അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആ 1, 2, 3 തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അപ്പൊ നമ്മൾ 1, 2 തന്നെയാണ് ആദ്യം പഠിക്കുന്നത്. നമ്മൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് എണ്ണി പഠിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന നമ്പർ സിസ്റ്റം. അതിന്റെ പേരാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. അങ്ങനെ നമ്മൾ എണ്ണി പോയി 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ നമ്മൾ എണ്ണി. 9 കഴിഞ്ഞ് നമ്മൾ 10 എണ്ണിയപ്പോൾ പുതിയതായിട്ട് ഒരു സംഖ്യ കൂടി വന്നു. ഏതാണ്? യെസ്, ഏതാണ്? 0 വന്നില്ലേ? പുതിയതായിട്ട് ഒരു 0 കൂടി വന്നു. 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? നമ്മൾ ഇന്ത്യക്കാരെ കണ്ടുപിടിച്ച 0 കൂടി ഇതിന്റെ കൂടെ ചേർക്കുന്നു. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണി തുടങ്ങി. അവസാനം 10 എന്ന് പറഞ്ഞപ്പോൾ 1ന്റെ കൂടെ ഒരു 0. പുതിയതായിട്ട് നമ്മൾ 1 തൊട്ടാ എണ്ണി തുടങ്ങി. പുതിയതായിട്ടൊരു സംഖ്യ കൂടി വന്നു, ഒരു 0 കൂടി വന്നു. അപ്പൊ ആ 0ത്തെ കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ട് പുതിയൊരു നമ്പർ സിസ്റ്റം, നമ്മുടെ നമ്പർ സിസ്റ്റം നമ്മൾ കുറച്ചുകൂടി വലുതാക്കി. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മനുഷ്യൻ ജനിച്ച സമയത്ത് നമുക്ക് അറിയാവുന്ന, ഭൂമി ഉണ്ടായി, മനുഷ്യൻ കുറച്ച് ഡെവലപ്പായി, നമ്മൾ കണക്കൊക്കെ പഠിച്ചു തുടങ്ങി. ആ സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരേ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് സംഖ്യകൾ ഉപയോഗിച്ചത്. അപ്പോൾ 1, 2, 3, 4, 5 ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എണ്ണാൻ പഠിച്ചത്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ 0 കൂടി വന്നു അല്ലേ? അപ്പോൾ 0ത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയാണ്, രണ്ടാമത്തെ നമ്പർ സിസ്റ്റം. ഏതാണത്? 0, 1, 2, 3, 4, 5 എക്സെട്ര. ഇതിന്റെ പേരാണ് ഹോൾ നമ്പേഴ്സ്. ഇതിന്റെ പേരാണ് ഹോൾ
ഹോൾ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേര് പറയുന്നത് പറയും അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. മലയാളത്തിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും, മലയാളത്തിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. അപ്പൊ നമ്മൾ 1, 2, 3, 4 അതിന്റെ പരിപാടിയും കഴിഞ്ഞു. 0, 1, 2, 3, 4 അതിന്റെയും കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോയി കുറച്ചുകൂടെ നമ്മുടെ ലോകം വികസിച്ചു, നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പായി. അങ്ങനെ ഡെവലപ്പ് ആയപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നി, ഈ 0-ലും താഴെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് വന്നു. ഉദാഹരണം നമ്മളിപ്പോ ടെമ്പറേച്ചർ ഒക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ടെമ്പറേച്ചർ മാത്രമല്ലല്ലോ, പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് 0-ലും താഴെ, 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, അതിലും താഴോട്ട് ഉള്ള ഒരു അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പൊ നോക്കിയപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് പുതിയതായിട്ട് വീണ്ടും ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ കണ്ടുപിടിച്ചു. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കൂടെ ആവശ്യം നമുക്ക് വന്നു അല്ലെ. നെഗറ്റീവ് നമ്പേഴ്സിന്റെ കൂടെ ആവശ്യം നമുക്ക് വന്നു. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ഉപയോഗിക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ പുതിയ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഏതാണ്? അതിനെന്ത് പറയും? ഇന്റിജേഴ്സ് എന്ന് പറയും. ഇന്റിജേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പൂർണ്ണസംഖ്യകൾ എന്ന് പറയും. മലയാളത്തിൽ പൂർണ്ണസംഖ്യകൾ എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ്, പിന്നീട് ഹോൾ നമ്പേഴ്സ്, അടുത്തതായിട്ട് എന്ത് പഠിച്ചു നമ്മള്? ഇന്റിജേഴ്സ് പഠിച്ചു. ഇന്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. അപ്പോൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? 0, 1, 2, 3, 4 എക്സെട്ര. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചു. ഇതുപോലെ തന്നെ ഇതിന്റെ പുറന്നോട്ടം കാണുമല്ലോ, അതാണ് -1, -2, -3 എക്സെട്ര. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പുതിയ പേരാണെന്ത്? ഇന്റിജേഴ്സ്. മനസ്സിലായോ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച നമ്പർ സിസ്റ്റം ഏതാണ്? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടാമത് അതിന്റെ കൂടെ 0 കൂടി ചേർത്തിട്ട് അടുത്ത നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു, ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. ഇനി മൂന്നാമതായിട്ട് ഈ പോസിറ്റീവ് സംഖ്യകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ പോസിറ്റീവ് സംഖ്യകൾ പോകുന്ന പോലെ തിരിച്ചതിന്റെ റിവേഴ്സ് ഓർഡറിൽ അതിൽ താപ്പോട്ടും സംഖ്യകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ട് എന്നൊരു അനുമാനത്തിൽ വന്നിട്ട് നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു. അതാണ് ഏത്? ഇന്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. അപ്പൊ എല്ലാമായി, അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സംഖ്യകളെല്ലാം ആയല്ലോ. 0, 1, 2, 3, 4 ആയി. -1, -2, -3, -4 എല്ലാമായി. ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സംഖ്യകളൊക്കെ ആയി. പക്ഷെ വീണ്ടും ഒരു കുഴപ്പം വന്നു. നമ്മൾ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കുമല്ലോ. കടകളിൽ പോയി സാധനമൊക്കെ മേടിക്കുന്ന സമയത്ത്, ഞാൻ വലിയ വലിയ ഐറ്റങ്ങളുടെ കാര്യം പറയുന്നില്ല, അരിയും പഞ്ചസാരയും തേയില അതിന്റെ ഒന്നും കാര്യം പറയുന്നില്ല. നിങ്ങൾ കടുക് മേടിക്കുകയാണ് കടയിൽ പോയി. കടുകോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെന്തെങ്കിലും ചെറിയ ഐറ്റം, വെളുത്തുള്ളിയോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങൾ മേടിക്കുന്നു. അതൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ മേടിക്കുന്നത്? 1 കിലോ, 2 കിലോ, 3 കിലോ, 4 കിലോ അങ്ങനെയാണോ മേടിക്കുന്നത്? അല്ല, ഗ്രാം പറയാൻ നമ്മൾ വേണമെങ്കിൽ ഏത് രീതിയിൽ പറയും? ഈ 1 കിലോ 2 കിലോ എന്ന് പറയുന്നതിന് വരെ നമ്മൾ എന്താ കുറച്ചുകൂടെ സൗകര്യത്തിന് നമ്മൾ 100 ഗ്രാം എന്ന് പറയും, അല്ലെങ്കിൽ 1/2 കിലോ എന്ന് പറയും അല്ലെ. 1/2 കിലോ എന്ന് പറയും നമ്മൾ. 1/2 കിലോ എന്ന് പറയും, 1/4 കിലോ എന്ന് പറയും, 3/4 കിലോ എന്ന് പറയും അല്ലെ. അതായത് 1/2, 1/4, 3/4 അങ്ങനെ പുതിയൊരു നമ്പർ സിസ്റ്റന്റെയും കൂടെ ആവശ്യം വേണ്ടി വന്നു അല്ലെ. 1/2, 1/4, 3/4 എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു നമ്പർ കൂടെ കയറി വന്നു. ഓക്കെ, അപ്പൊ പുതിയ നമ്പർ കൂടെ കയറി വന്നു. അപ്പൊ അതിനെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയൊരു നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു. ഏതാണത്? ആ നമ്പർ സിസ്റ്റം ആണ് ഏതാണത്? ഭിന്നസംഖ്യയും കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് ഭിന്നസംഖ്യ, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. റാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ഭിന്നകങ്ങൾ. ഭിന്നസംഖ്യ എന്നല്ല പറയുന്നത്, ഭിന്നകങ്ങൾ എന്ന് പറയാം. റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നകങ്ങൾ. ഇപ്പൊ ഭിന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാ. 1/2 കിലോ 1/2, 1/4 കിലോ 1/4, 3/4 കിലോ 3/4 ഇങ്ങനെയൊക്കെ വരുന്ന സംഖ്യകളാണ് എന്ത്? ഭിന്നകങ്ങൾ. ഓക്കെ, ഇനി ഭിന്നകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം കൂടെ പറയണം. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. അപ്പൊ ഇതൊക്കെ നോക്കിയേ, ഈ 1/2, 1/4, 3/4 ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ?
ഇത്രയും നേരം പറഞ്ഞതിനകത്തൊക്കെ ഒരു സംഖ്യ ഉള്ളായിരുന്നു അല്ലേ? 1, 2, 3, 4 ഓരോ സംഖ്യ വെച്ചാ പറഞ്ഞേ. ഈ 1/2 എന്ന് പറയുമ്പോൾ എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ രണ്ട് സംഖ്യ വരുന്നുണ്ട്, ഒരു 1ഉം വരുന്നുണ്ട് 2ഉം വരുന്നുണ്ട്. 1/4 എന്ന് പറയുമ്പോഴും അവിടെ രണ്ട് സംഖ്യ വരുന്നുണ്ട്, 1ഉം വരുന്നുണ്ട് 4ഉം വരുന്നുണ്ട്. 3/4 എന്ന് പറയുമ്പോഴും അവിടെ രണ്ട് സംഖ്യ വരുന്നുണ്ട്, 3ഉം വരുന്നുണ്ട് 4ഉം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകളിൽ റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിൽ എന്തുണ്ട്, ഭിന്നാംഗങ്ങൾ എന്തുണ്ട്? ഒരു സംഖ്യ അല്ല, രണ്ട് സംഖ്യ വരും അല്ലെ? അതായത് മുകളിലും ഒരു സംഖ്യ വരും, താഴെയും ഒരു സംഖ്യ വരും. അതായത് ഒരു അംശവും വരും, ഒരു ഛേദവും വരും അല്ലെ? ഒരു ന്യൂമറേറ്ററും വരും, ഒരു ഡിനോമിനേറ്ററും വരും. അതായത് ഒരു അംശം ന്യൂമറേറ്ററും വരും, ന്യൂമറേറ്റർ അംശം, അതുപോലെ ഡിനോമിനേറ്റർ ഛേദം. അപ്പോൾ ഒരു അംശവും വരും, ഛേദവും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ജനറൽ ആയിട്ട് നമുക്കൊരു രീതിയിൽ പറയാം. ഭിന്നസംഖ്യ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഏത് ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകള്? മുകളിലും താഴെയുമായി എഴുതാൻ പറ്റുന്ന സംഖ്യകൾ. ഇതിനെ ചുരുക്കി പറഞ്ഞാൽ P/Q എന്ന് പറയാം. ഓക്കെ, അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏത് സംഖ്യയും നമുക്ക് എന്ത് പറയാം? ഭിന്നകങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു സംഖ്യ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ: എനി നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു സംഖ്യ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പിയും ക്യൂവും എന്തായിരിക്കണം? വേർ P and Q, പിയും ക്യൂ എന്തായിരിക്കണം? പിയും ക്യൂവും എന്തായിരിക്കണം? ആർക്കെങ്കിലും പറയാമോ? അവിടെ പിയും ക്യൂവും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. പിയും ക്യൂവും ഇന്റിജേഴ്സ് ആയിരിക്കണം. വേർ P and Q ആർ ഇന്റിജേഴ്സ്. പിയും ക്യൂവും ഇന്റിജേഴ്സ് ആയിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ക്യൂ ഒരിക്കലും എന്തായി പോവല്? ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. ക്യൂ ഒരിക്കലും എന്താവല്? സീറോ ആവല്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. 4 നമ്പർ സിസ്റ്റമാണ് നമ്മൾ പഠിച്ചത്. ആദ്യമായിട്ട് നമ്മൾ എണ്ണാൻ പഠിച്ചപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 നമ്മൾ എണ്ണി. അതിന് നമ്മളൊരു പേര് കൊടുത്തു, എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടാമതായിട്ട് നമ്മൾ 0 കൂടി ഇതിന്റെ കൂടെ ചേർത്തു. ഇന്ത്യക്കാർ 0 കണ്ടുപിടിച്ചപ്പോൾ പുതിയതായിട്ട് 0 കൂടി ഇതിന്റെ കൂടെ ചേർത്തു. അപ്പോൾ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണി തുടങ്ങി. അതിന്റെ പേരാണ് എന്ത്? ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. അങ്ങനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സും കണ്ടുപിടിച്ചു, ഹോൾ നമ്പേഴ്സും കണ്ടുപിടിച്ചു. അപ്പോഴാണ് നമുക്കൊരു സംശയം, 0ന് താപ്പോട്ട് ഒരു സംഖ്യ കാണത്തില്ലേ, 0ന് താപ്പോട്ട് എന്തെങ്കിലും കാണത്തില്ലേ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു. എന്ത്? ഇന്റിജേഴ്സ്. അവിടെ എന്തൊക്കെ വരും? 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് മുമ്പോട്ടും പോകും. -1, -2, -3, -4 എന്ന് പറഞ്ഞിട്ട് പുറകോട്ടും പോകും. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, ഹോൾ നമ്പേഴ്സ് പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ഇന്റിജേഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കടകളിൽ പോകണം. മനുഷ്യൻ കുറച്ചുകൂടി ഡെവലപ്പായി, നമ്പേഴ്സ് എല്ലാം കണ്ടുപിടിച്ചു, വ്യാപാരങ്ങൾ നടത്താൻ തുടങ്ങി, അല്ലെ കടകളിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമുക്ക് കടയിൽ പോയി നമ്മൾ സാധനം മേടിക്കുന്നു, 1/2 കിലോ, 1/4 കിലോ, 3/4 കിലോ എന്നൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ 100 ഗ്രാം, 200 ഗ്രാം എന്നൊക്കെ പറയുന്നു. അപ്പൊ അവിടെ നമുക്ക് പുതിയൊരു സംഖ്യ കൂടെ കയറി വന്നു. 1/2 കിലോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1/2, കാൽ എന്ന് പറഞ്ഞാൽ 1/4, മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4. അപ്പൊ അങ്ങനെ 1/2, പിന്നെ 1/4, 3/4 ഇങ്ങനെ കുറച്ച് സംഖ്യകളൂടെ പുതിയതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ അതിനെ കൂടി നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്ന, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നമ്പർ സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾ ഈ നമ്പേഴ്സിനെ കൂടെ ചേർക്കുകയാണ്. ചേർത്തിട്ട് നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു. കുറച്ചുകൂടെ വലുതായി നമ്മുടെ നമ്പർ സിസ്റ്റം. ഓരോ തവണ കണ്ടുപിടിക്കുമ്പോഴും നമ്മുടെ നമ്പർ സിസ്റ്റം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ വലുതായി നമ്മുടെ നമ്പർ സിസ്റ്റം അല്ലെ? വലുതായിട്ട് പുതിയ നമ്പർ സിസ്റ്റം കിട്ടിയതാണ് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നകങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നമ്പർ സിസ്റ്റം കൂടി നമുക്ക് കിട്ടി. ഇനി ഭിന്നകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു സംഖ്യ നമുക്ക് ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. വേർ P and Q ആർ ഇന്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു സീറോ. അതാണെന്ത്? ഭിന്നകങ്ങൾ. കഴിഞ്ഞോ? അതോടെ കഴിഞ്ഞോ? നമുക്കറിയാവുന്ന നമ്പേഴ്സ് എല്ലാം ആയോ? ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന, നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ടുള്ള നമ്പേഴ്സ് എല്ലാം ഇതിൽ വന്നോ? വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? നമ്മൾ കണക്ക് കുറച്ചുകൂടെ പഠിച്ചു, കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പായി, കണക്കൊക്കെ മാത്തമാറ്റിക്സ് നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു.
കുറച്ചുകൂടെ പഠിച്ചു വന്നപ്പോൾ നമ്മൾ സംഖ്യകളുടെ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. റൂട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അതിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഓരോ സംഖ്യകളുടെ റൂട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. നമ്മൾ റൂട്ട് 4 ഒക്കെ കണ്ടുപിടിച്ചു. റൂട്ട് 4 എത്രയാണ്? റൂട്ട് 4 2. റൂട്ട് 4 2. അവിടെ നമുക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. റൂട്ട് 4 2. റൂട്ട് 9 എത്രയാണ്? റൂട്ട് 9 നമുക്കറിയാം 3. അവിടെയും നമുക്ക് കുഴപ്പമൊന്നും വന്നില്ല. അവിടെയും നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പോയി നമ്മൾ ഒരു റൂട്ട് 2 നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. റൂട്ട് 2 2ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചു. എന്ത് പറ്റി? 2ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി? ഉത്തരം കിട്ടിയോ? കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടിയോ? കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടിയോ? കിട്ടിയില്ല. കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടിയില്ല. നമുക്ക് ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റിയില്ല. ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റിയില്ല. റൂട്ട് 2 ഒരു ആൻസർ കിട്ടി നമുക്ക്. 1.414 എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ അങ്ങ് പോകും. അങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടി. പക്ഷെ എന്ത് പറ്റി? അത് ഡെസിമൽ വന്നു, അല്ലെങ്കിൽ അതിനെ P/Q ഫോമില് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. റൂട്ട് 2ന്റെ ആൻസർ നമുക്ക് P/Q ഫോമില്, നമ്മൾ P/Q ഫോം വരെ പഠിച്ചു വെച്ചിട്ടുള്ളത്, ആ P/Q ഫോമില് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല റൂട്ട് 2ന്റെ ആൻസറിനെ. അതുപോലെ നമ്മൾ റൂട്ട് 3 നോക്കിയപ്പോഴും 1.731 എന്ന് പറഞ്ഞ അങ്ങനെ പോകും. അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു? ഇതിനെ നമുക്കൊരു ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ P/Q ഫോമില് എഴുതാൻ പറ്റാത്ത സംഖ്യകളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? P/Q ഫോമില് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സും ഉണ്ടെന്ന് നമുക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നമ്പർ സിസ്റ്റം കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി. ഓൾറെഡി 4 തരം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളൊരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ റൂട്ട് 2ന്റെ റൂട്ട് 3യുടെയും വിലകൾ വരുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത ആ നമ്പേഴ്സിനെ കൂടെ ചേർത്തിട്ട് നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു. അതാണ് എന്ത്? ആ നമ്പർ സിസ്റ്റം ആണെന്ത്? നമ്മുടെ 5ാമത്തെ നമ്പർ സിസ്റ്റം. അതിനെ എന്ത് പറയും? അതിന് നമ്മൾ പറയും ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ്. അതിന് നമ്മൾ പറയും ഇറാഷണൽ നമ്പേഴ്സ്. അതിനെ ഇംഗ്ലീഷ് എന്ത് പറയും? മലയാളത്തിൽ എന്താ പറയാ? അഭിന്നകങ്ങൾ എന്ന് പറയും. ആദ്യത്തത് ഭിന്നകങ്ങൾ, ഇത് അഭിന്നകങ്ങൾ. ഇതിന് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അഭിന്നകങ്ങൾ എന്ന് പറയും. അപ്പൊ ഇതിന്റെ അഭിന്നകങ്ങളുടെ ഡെഫിനിഷൻ മറ്റൊന്നുമില്ല, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. എ നമ്പർ വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P/Q ഫോമിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സിനെ പറയുന്ന പേരാണെന്ത്? അഭിന്നകങ്ങൾ. P/Q രൂപത്തിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സ്, കഴിയാത്ത സംഖ്യകൾ. എ നമ്പർ വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P/Q ഫോമിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? അഭിന്നകങ്ങൾ. എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ നമ്മളിപ്പോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഞാൻ ഒരു 2 എക്സാമ്പിൾ പറയാം, ബാക്കി ഓരോ എക്സാമ്പിൾ വെച്ച് ഓരോരുത്തരും പറയുക. റൂട്ട് 2 അഭിന്നകമാണ്. റൂട്ട് 3 അഭിന്നകമാണ്. റൂട്ട് 4 അഭിന്നകമല്ല. റൂട്ട് 5 അഭിന്നകമാണ്. റൂട്ട് 6 അഭിന്നകമാണ്. അങ്ങനെ പോയി റൂട്ട് ഇല്ലാത്ത എല്ലാ സംഖ്യകളും എന്താണ്? അഭിന്നകങ്ങളാണ്. റൂട്ട് ഇല്ലാത്ത എല്ലാ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പൈ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ. പൈ, അല്ലെ? വൃത്തത്തിന്റെ സർക്കംഫറൻസ്. ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആരമുള്ള ഒരു വൃത്തത്തിന്റെ സർക്കംഫറൻസ് ആണ് എന്ത്? പൈ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ആ പൈയും എന്തിന്റെ ഗണത്തിലാണ് പെടുന്നത്? ആ പൈയും ഇറാഷണൽ നമ്പേഴ്സിന്റെ ഗണത്തിലാണ് പെടുന്നത്. പൈ ഉണ്ട്. ഓക്കെ, ഈ പൈയും. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, നമ്മളെ എക്സ്പോണൻഷ്യലിൽ പഠിക്കുന്ന ഇ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എക്സ്പോണൻഷ്യലിൽ പഠിക്കുന്ന ആ ഇയും എന്തിന് എക്സാമ്പിൾ ആണ്? ഇറാഷണലിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇതൊരു ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് നമ്മൾ പഠിച്ചേക്കെന്ന് പറയാം. ഇതുപോലെ റിവിഷൻ ചെയ്യുക. പഠിക്കുന്ന കാര്യം, ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ആ ഓർഡറിൽ. നമ്മുടെ മോഹൻലാൽ ഒരു സിനിമ ഉണ്ടല്ലോ, പിന്നെ മോഹൻലാല് കുറച്ച് ബുദ്ധിക്കുറവുണ്ടെങ്കിലും ബ്രില്യന്റ് ആയിട്ടുള്ള അലക്സാണ്ടർ ദി ഗ്രേറ്റോ അങ്ങനെ കണ്ട ഒരു സിനിമയുണ്ട്. അപ്പൊ ആ സിനിമയിൽ ഇതുപോലെ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്ന ഒരു സീനുണ്ട്. അതുപോലെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞിട്ടും അന്ന് പഠിച്ച കാര്യങ്ങൾ ആ ഓർഡറിൽ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക.
ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. രണ്ടാമത് പഠിച്ചത് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. മൂന്നാമത് പഠിച്ചത് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. നാലാമത് പഠിച്ചത് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നകങ്ങൾ. അഞ്ചാമത് പഠിച്ചത് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നകങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ കുറച്ച് സംഖ്യകൾ നമ്മൾ പഠിച്ചു. 5 ടൈപ്പ് നമ്പേഴ്സ് ആയി. 5 ടൈപ്പ് നമ്പേഴ്സ് ആയി. പിന്നെ ആറാമത്, അപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന രീതിയിൽ ഇപ്പൊ ഈ കുറെ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. കൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്ന ചെറിയ ചെറിയ നമ്പർ സിസ്റ്റങ്ങൾ വേറെ ഉണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന വേറെ ഒറ്റ സംഖ്യകള്, ഇരട്ടസംഖ്യകള്, പൂർണ്ണസംഖ്യകള് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചെറിയ ചെറിയ നമ്പർ സിസ്റ്റംസ് വേറെയും ഉണ്ട്. പ്രൈം നമ്പേഴ്സ്, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട്, ഈ പലതരം നമ്പർ സിസ്റ്റങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു വലിയ നമ്പർ സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ ചെറിയ നമ്പർ സിസ്റ്റം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വലിയ നമ്പർ സിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് അതിനൊരു പേരും കൊടുത്തു. എന്താണ് ആ പേര്? എന്താണ് ആ പേര്? യെസ്, രണ്ടുപേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പേര്? ആ വലിയ നമ്പർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചേക്കലും കണ്ടുപിടിച്ചതിലും വെച്ചിട്ട്, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതെല്ലാം വെച്ചിട്ട് നമ്മളൊരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കി. അതിന്റെ പേരാണെന്ത്? റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ നമ്പർ സിസ്റ്റം, റിയൽ നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സംഖ്യകളും ഇതിനകത്ത് വരും, റിയൽ നമ്പേഴ്സിൽ വരും. റിയൽ നമ്പറിനെ ഇസഡ് അല്ല, ആർ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇസഡ് ഇൻഡിജേഴ്സിനെ സൂചിപ്പിക്കാനാണ് ഇസഡ് എന്ന് പറഞ്ഞ അക്ഷരം നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻഡിജേഴ്സിനെ സൂചിപ്പിക്കാനാണ് ഇസഡ് ഉപയോഗിക്കുന്നത്. റിയൽ നമ്പേഴ്സിനെ ആർ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ റിയൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. അപ്പൊ റിയൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളൊരു ലൈൻ ഉണ്ട്, ഒരു സാങ്കല്പിക രേഖ നമുക്കുണ്ട്, ഒരു സാങ്കല്പിക രേഖ. അതിനെ റിയൽ ലൈൻ എന്ന് പറയും. റിയൽ ലൈൻ, റിയൽ ലൈൻ എന്ന് പറയും. ഒരു സാങ്കല്പിക രേഖയാണ്. ആ സാങ്കല്പിക രേഖയുടെ നടുക്ക് 0 വരും. ഇങ്ങോട്ട് 1, 2, 3 അങ്ങനെ അങ്ങനെ പോകും. ഇങ്ങോട്ട് -1, -2, -1 അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, ഇത് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ അങ്ങ് പോകും. ഈ ഒരു സാങ്കല്പിക രേഖ പറയുന്ന പേരാണ് റിയൽ ലൈൻ എന്ന് പറയും. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സംഖ്യകളും നമുക്ക് എതില് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എതില് വരച്ച് കാണിക്കാൻ പറ്റും? നമ്മുടെ ഈ റിയൽ ലൈനിൽ വരച്ച് കാണിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സംഖ്യകളും നമുക്ക് എതിൽ കാണിക്കാൻ പറ്റും? ഈ റിയൽ ലൈനിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ ലൈനിൽ നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആറാമത് പഠിച്ച നമ്പർ സിസ്റ്റം, റിയൽ. രേഖീയ സംഖ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം, രേഖീയ സംഖ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം. രേഖീയ സംഖ്യകൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ. രേഖീയ സംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ സംഖ്യയും വരുന്നില്ല. അതിന്റെ തന്നെ കുറച്ചുകൂടെ ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം. അതാണ് എന്ത്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ റിയൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം കൂടെ നമ്മൾ ഈ പഠിച്ച എല്ലാ നമ്പേഴ്സും കൂടെ ചേർത്തിട്ട് വന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് എന്ത്? റിയൽ നമ്പേഴ്സ്. ഓക്കെ ആണോ? കഴിഞ്ഞോ? നമുക്കറിയാവുന്ന എല്ലാ സംഖ്യകളുടെ പരിപാടി കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഇനി വല്ലതും ഉണ്ടോ? ബാക്കിയുണ്ടോ? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ആരുടെയെങ്കിലും അറിവില്? പ്രൈം നമ്പേഴ്സ് അല്ല ഇതിൽ വരും. നമ്മൾ ആദ്യം അത് സെപ്പറേറ്റ് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതിനകത്തല്ല ഈ പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്. ഈവൻ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ സംഖ്യകളിൽ വരുന്നതാണ്. ഡെസിമൽ ഒക്കെ ഭിന്നസംഖ്യയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ദശാംശം ഇതിനകത്ത് വരും. നമ്മൾ ഈ പറഞ്ഞ ഭിന്നസംഖ്യക്കകത്ത് ദശാംശം വരും. പെർഫെക്റ്റ് നമ്പേഴ്സ് അതൊക്കെ നമ്മൾ പറഞ്ഞ എണ്ണൽ സംഖ്യകളിൽ വരുന്നതാണ്. എണ്ണൽ സംഖ്യകളുടെ തന്നെ ഒരു സബായിട്ട് വരുന്നതാണ്. എണ്ണൽ സംഖ്യയുടെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വരുന്നതാണ് ഈ പെർഫെക്റ്റ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും അല്ല. അതിനകത്ത് വരും ഇതല്ല. ഇതിലൊന്നും വരാത്ത ഏതെങ്കിലും സംഖ്യ ഇനി ബാക്കിയുണ്ടോ? ഓൾ നമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ റിയൽ നമ്പേഴ്സ്. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചേക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞൊരു കാര്യം. അതല്ല, നിങ്ങളുടെ അറിവില് ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും സംഖ്യ ബാക്കിയുണ്ടോ? യെസ്. ആ
ക്യൂബ് എല്ലാം ഇതിൽ വരും. റിയൽ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റാത്ത സംഖ്യ ഉണ്ടോ? യെസ്, അതാണ്. അതൊരു നല്ല ചോദ്യം. ഉണ്ട്, അങ്ങനത്തെ സംഖ്യ ഉണ്ട്. അപ്പൊ യെസ്, കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല പേര് പറഞ്ഞാൽ, കുറച്ചുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേര് പറയാം. എന്താണത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. കുറച്ചുകൂടെ ഒരു നല്ല പേര്, നല്ലൊരു മനോഹരമായ ഒരു പേര് നമുക്ക് ഇടാം ഇതിന്. എന്താണ്? കാരണം ഇത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ഒരു സങ്കല്പത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഖ്യയാണിത്. അതുകൊണ്ട് സങ്കല്പത്തിൽ നിന്നുള്ള സംഖ്യ ആയതുകൊണ്ട് ഇതിന് അങ്ങനെയുള്ള ഒരു പേര് തന്നെ നമുക്ക് ഇടാം. എന്താണ് ആ പേര്? ഇമാജിനറി നമ്പേഴ്സ്. അപ്പൊ ഈ 6 കൂടാതെ പുതിയൊരു നമ്പർ സിസ്റ്റം കൂടെ ഉണ്ട്. നമ്മൾ ഈ 6 പഠിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാം പഠിച്ചു, നമ്മളെല്ലാം തികഞ്ഞു, നമ്മൾ പഠിച്ച് തെളിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോഴാണ് പുതിയൊരു നമ്പർ സിസ്റ്റം കൊണ്ടുവരുന്നത്. എന്താണ്? ഇമാജിനറി നമ്പേഴ്സ്. ആ നമ്പർ സിസ്റ്റം ആണ് എന്ത്? ഇമാജിനറി നമ്പേഴ്സ്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം. നമ്മൾ റൂട്ട് രണ്ടിന്റെയൊക്കെ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ 4ന്റെ റൂട്ട് നമുക്കറിയാം. റൂട്ട് 4 എത്രയാണ്? 2 ആണല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ റൂട്ട് 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണെന്നൊക്കെ. ശരി, അങ്ങനെ വേറൊരു കാര്യം ചോദിക്കാം. റൂട്ട് ഓഫ് -4 ഇതെത്രയാണ്? ഇതിന്റെ ആൻസർ പറയുന്നവർക്ക് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ വാങ്ങിച്ചു തരും. ഈ റൂട്ട് -4 ഉത്തരം പറയുന്നവർക്ക് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മേടിച്ചു തരും. റൂട്ട് -4 എന്താണ്? റൂട്ട് -4. ഓക്കെ, റൂട്ട് -4 കണ്ടുപിടിക്കാൻ ഒരു പാടുണ്ടെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, റൂട്ട് -4 കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കൺസെപ്റ്റ് എന്ന് പറയാം. റൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കൊന്ന് പറയാം. എന്താണ് റൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്? ഏതോ ഒരു സംഖ്യ 2 തവണ ഗുണിക്കുമ്പോൾ, ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ ഈ റൂട്ടിനകത്തുള്ള സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 4 കിട്ടും അല്ലെ? 2 ഗുണം 2 4 കിട്ടും. അതുകൊണ്ട് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ ഏതെങ്കിലും ഒരു സംഖ്യ 2 തവണ ഗുണിച്ചാൽ മൈനസ് വരുമോ? നെഗറ്റീവ് വരുമോ? ഏതെങ്കിലും ഒരു സംഖ്യ, ഒരേ സംഖ്യ തന്നെ 2 തവണ ഗുണിക്കണം. -2ഉം +2ഉം ഗുണിച്ചാൽ പോരാ. ഒരേ സംഖ്യ -2ഉം -2ഉം ഗുണിച്ചു കഴിഞ്ഞാൽ +2 ആണ് വരുന്നത് അല്ലെ? -2 -2 ഗുണിച്ചാൽ പ്ലസ് വരും. ഇനി -2ഉം +2ഉം ഗുണിച്ചാൽ ഉത്തരം മൈനസ് ആ വരുന്നത്. ഒരേ സംഖ്യ തന്നെ 2 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് വരുമോ? ഉത്തരം എപ്പോഴെങ്കിലും മൈനസ് വരുമോ? ഏതെങ്കിലും ഒരു സംഖ്യ 2 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് വരുമോ? ഏതെങ്കിലും ഒരു സംഖ്യ 2 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് വരുമോ? ഇല്ല, വരത്തില്ല അല്ലേ? മൈനസ് വരത്തില്ല. ഒരു സംഖ്യയും 2 തവണ ഗുണിച്ചാൽ എന്ത് വരത്തില്ല? മൈനസ് വരത്തില്ല. ഒരു സംഖ്യ 2 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇത്രയും നാളും ഇതിന് ഉത്തരമില്ല എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുന്നത് ഇതിന് ഉത്തരമില്ല എന്നാണ്. നമ്മൾ കുറച്ചുകൂടെ വലുതായി ഒരു +1 +2 ഡിഗ്രി ഒക്കെ അങ്ങോട്ട് പോകുന്ന മാത്സ് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. പഠിക്കുന്ന പറഞ്ഞാല് നമ്മൾ തന്നെ ഒരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് പുതിയതായിട്ട്. അതിനെ പറയുന്ന പേരാണ്, ആ നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇമാജിനറി നമ്പേഴ്സ്. ഇമാജിനറി നമ്പേഴ്സ്. ഓക്കെ, ഇമാജിനറി നമ്പേഴ്സ്. ഈ ഇമാജിനറി നമ്പേഴ്സിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കാണാൻ പിടിച്ച് വെച്ചോ. അതായത് റൂട്ട്, എക്സാമ്പിൾ വേണേ പറയാം. എക്സാമ്പിൾ റൂട്ട് -2, റൂട്ട് -3, റൂട്ട് -4, ഓക്കെ, എക്സെട്ര, അങ്ങനെ അങ്ങ് പോകും. അതായത് നെഗറ്റീവ് സംഖ്യകളുടെയൊക്കെ റൂട്ട്, അതൊക്കെ ഇമാജിനറി നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിനും എല്ലാത്തിനും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. PSC പണ്ടൊന്നും ചോദിക്കത്തില്ലായിരുന്നു, പക്ഷെ ഒരു കഴിഞ്ഞ 3 വർഷത്തെ ഇടയ്ക്ക് ഈ ഇമാജിനറി നമ്പേഴ്സും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് പഠിച്ചു വെക്കാൻ. ഇതങ്ങ് പഠിച്ചു വെച്ചോ. ഈ സാധനം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇമാജിനറി നമ്പേഴ്സിന്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. ആർക്കെങ്കിലും പറയാമോ അതെന്താണെന്ന്? ആ ഒരൊറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. ഇമാജിനറി നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഒരേ ഒരു സാധനം അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഇമാജിനറി നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ഒരു വജ്രായുധം ആർക്കെങ്കിലും പറയാമോ? റൂട്ട് ഓഫ് -1 = i. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏകദേശം അത് തന്നെയാണ്. i² -1. ഓക്കെ, ഇതാണ് ആ സാധനം. i² -1. ഇതാണ് കാണാൻ പിടിച്ച് വെച്ചിരുന്നാൽ മതി. i²
-1. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഐ സ്ക്വയർ ഇസിക്കൽ ടു -1. ഇതാണ് അതിന്റെ ഒരു ബേസ്. ഐ സ്ക്വയർ ഇസിക്കൽ ടു -1. അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതാം, -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, ഇല്ലേ? എഴുതാം. അങ്ങനെയാണെങ്കിൽ -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് -1 എന്തായിരിക്കും? റൂട്ട് ഓഫ് -1 എന്തായിരിക്കും? -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് -1 എന്തായിരിക്കും? എന്തായിരിക്കും? വേണ്ട, -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് എടുത്താൽ പോരെ? ഐ സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ പോരെ? -1ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഐ സ്ക്വയറിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ പോരെ, അല്ലേ? ഐ സ്ക്വയറിന്റെ റൂട്ട് എന്ത് കിട്ടും? യെസ്, ഐ സ്ക്വയറിന്റെ റൂട്ട് എന്ത് കിട്ടും? ഐ കിട്ടും, അല്ലേ? ഐ സ്ക്വയറിന്റെ റൂട്ട് എന്ത് കിട്ടും? ഐ കിട്ടും. ഐ സ്ക്വയറിന്റെ റൂട്ട് എന്ത് കിട്ടും? ഐ കിട്ടും. അപ്പോൾ -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് -1 ഇസിക്കൽ ടു എന്ത് കിട്ടും? നമുക്ക് ഐ കിട്ടും. ഈ ഒരു സാധനം പഠിച്ചു വെച്ചുക. ഓക്കെ, റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ ആയിരിക്കും. അതും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഐ സ്ക്വയർ ഇസിക്കൽ ടു -1ഉം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മനസ്സിലായോ? ആർക്കെങ്കിലും അത് കിട്ടാത്തയുണ്ടോ? ഈ ഐ സ്ക്വയർ ഇസിക്കൽ ടു -1 എന്ന് പറഞ്ഞ ഒരു സാധനം ആർക്കെങ്കിലും കിട്ടാത്തയുണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ ആ ഒരു സംഭവം? ഐ സ്ക്വയർ ഇസിക്കൽ ടു -1 എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ? യെസ്, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. യെസ്, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഒന്നുകൂടി പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു മെസ്സേജ് ഇട്ടേക്കണേ. നമ്മൾ അന്നേരം തന്നെ പറയുന്നതായിരിക്കും. നമുക്ക് അന്നേരം ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഐ സ്ക്വയർ ഒന്നുകൂടി പറയാം. ഇതാണ് കൺസെപ്റ്റ്. ഇതാ കാണാൻ പിടിച്ച് വെച്ചോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് ആണ്. ചെയ്യാനുള്ള സൗകര്യത്തിന്, ഇമാജിനറി നമ്പേഴ്സ് വെച്ചിട്ടുള്ള കണക്കുകൾ ചെയ്യാനുള്ള സൗകര്യത്തിന്, എളുപ്പത്തിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് ആണിത്. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് ആണ് ഐ സ്ക്വയർ ഇസിക്കൽ ടു -1. ഐ സ്ക്വയർ ഇസിക്കൽ ടു -1. ഇതങ്ങ് കാണാൻ പിടിച്ച് വെക്കുക. ഐ സ്ക്വയർ ഇസിക്കൽ ടു -1. അല്ലെങ്കിൽ നേരെ തിരിച്ചിപ്പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസ് ആണ്. നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് കട്ട കെട്ടുന്ന പോലെ, നമ്മുടെ ഇമാജിനറി അടിസ്ഥാനം കെട്ടുന്ന പോലെ, കല്ലൊക്കെ വെച്ചിട്ട് താഴെ അടിസ്ഥാനം കെട്ടുന്ന പോലെ അതിന്റെ മേപ്പോട്ടാണല്ലോ നമ്മൾ ബാക്കി എല്ലാം കെട്ടി പോകുന്നത്. എത്ര വലിയ 3 നിലയല്ല, ഇനി ഒരു ബുർജ് ഖലീഫ കെട്ടിയാൽ പോലും അതിന്റെ താഴെ എന്ത് കാണും? ഒരു അടിസ്ഥാനം കാണും. അതുപോലെ നമ്മുടെ ഇമാജിനറി നമ്പേഴ്സിന്റെ അടിസ്ഥാനമാണ് എന്ത്? ഇത് ഐ സ്ക്വയർ ഇസിക്കൽ ടു -1. ഐ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ -1ന് നമ്മൾ നമ്മളായിട്ട് കൊടുത്ത ഒരു സൂചകം, അതിനെ ഡിനോട്ട് ചെയ്യാൻ, സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തൊരു ഇതാണ് എന്ത്? ഐ സ്ക്വയർ. നമുക്ക് കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് -1 നമ്മൾ കൊടുത്തൊരു വിലയാണ് എന്ത്? ഐ സ്ക്വയർ. ഓക്കെ ആണോ ഷാജി? ഓക്കെ അല്ലേ ഷാജി? ഓക്കെ, ഇമാജിനറി യൂണിറ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ ഇസിക്കൽ ടു -1 ആണെങ്കിൽ നമുക്ക് എഴുതാം -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, അല്ലേ? വേണ്ട, ഇതിനകത്ത് തന്നെ എഴുതാം റൂട്ട് ഓഫ് ഐ സ്ക്വയർ. അതേപോലെ തന്നെ എഴുതാം -1 ഇസിക്കൽ ടു നമുക്ക് ഐ സ്ക്വയർ എന്ന് എഴുതാം. ഐ സ്ക്വയർ ഇസിക്കൽ ടു -1 അല്ലെങ്കിൽ -1 ഇസിക്കൽ ടു ഐ സ്ക്വയർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. ഇനി റൂട്ട് ഓഫ് -1 എന്തെഴുതാം നമുക്ക്? റൂട്ട് ഓഫ് -1 നമുക്ക് എന്തെഴുതാം? ഐ സ്ക്വയറിന്റെ റൂട്ട് എടുക്കാം, അല്ലേ? ഐ സ്ക്വയറിന്റെ റൂട്ട് എടുക്കാം, അതായത് ഐ കിട്ടും. ഐ സ്ക്വയറിന്റെ റൂട്ട് എടുക്കാം, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഐ കിട്ടും. അപ്പൊ അത് കാണാൻ പഠിച്ചു വെക്കുക. റൂട്ട് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. ഓക്കെ, ഓക്കെ ആണോ നമ്മുടെ ചിന്തോ ഓക്കെ ആണോ? ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് റൂട്ട് -4 എന്ന് കണ്ടുപിടിക്കാം. പറയാവോ? ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് റൂട്ട് -4ന്റെ ആൻസർ എന്ന് പറയാവോ? റൂട്ട് -4ന്റെ ആൻസർ പറയാമോ? യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. ഉത്തരം വളരെ ശരിയാണ്. ഉത്തരം ശരിയാണ്. 2i. ഇപ്പൊ നമ്മൾ AI ഒക്കെ പറയുന്നുണ്ട് നമ്മൾ, അതുപോലെ 2i. ഉത്തരം ശരിയാണ്. 2i ആണ് ഉത്തരം ശരിയാണ്. 2i. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടിയത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ -4 റൂട്ടിനകത്ത് -1 × 4 എന്ന് എഴുതാമല്ലോ.
-4നെ -1 × 4 എന്ന് എഴുതാമല്ലോ. കുഴപ്പമുണ്ടോ? ഓക്കെ ആണല്ലോ. -4നെ നമുക്ക് -1 × 4 എന്ന് എഴുതാമല്ലോ. യെസ്, എഴുതാം. ഓക്കെ, -4നെ -1 × 4 എന്ന് എഴുതാം. ഇനി ഒന്നുകൂടെ എഴുതാം. √(-1 × √4). ഇങ്ങനെ എഴുതാമല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ. ഇതിനെ √(-1 × √4) ഇങ്ങനെ എഴുതാമല്ലോ. എഴുതാമല്ലോ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ആ ഒരു സംഭവം എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? കിട്ടി. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനിയാണ് നമ്മുടെ കളി. ഇനിയാണ് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചേക്കുന്ന സംഭവം ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. √(-1) എന്തോ? √(-1) √(-1) എന്തുവാ? ഐ അല്ലേ? ഐ ആണല്ലോ. √(-1) ഐ ആണല്ലോ. √(-1) ഐ ആണല്ലോ. ഇനി 4ന്റെ റൂട്ട് എന്തുവാ? 4ന്റെ റൂട്ട് എത്ര? 4ന്റെ റൂട്ട് 2 അല്ലേ? അപ്പൊ 2 കൊടുക്കാം. 2ഉം കൊടുത്തു. അപ്പൊ 2i. അപ്പോ √(-4)ന്റെ ആൻസർ നമുക്ക് കിട്ടി എന്താണ്? 2i. ഓക്കെ, √(-4)ന്റെ ഉത്തരം നമുക്ക് കിട്ടി എന്താണ്? 2i. അതാണ് 2i. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേ? ഇവിടം വരെ സെറ്റ് അല്ലേ? നല്ലോണം മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ, ക്ലിയർ ഇപ്പോ പറഞ്ഞപ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എക്സാമിന് ചോദിച്ച ആ ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഇതിന്റെ തന്നെ എക്സാമിന് ചോദിച്ച ആ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. i⁻⁹ അല്ലെങ്കിൽ i⁵5. i⁵5ന്റെ വില ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. i⁵5ന്റെ വില നോക്കട്ടെ. ആരാദ്യം ചെയ്ത് കാണിക്കുന്നുണ്ട്? ആദ്യം ചെയ്ത് കാണിക്കുന്ന ഒരു 10 പേര് ആരൊക്കെയാൻ നോക്കട്ടെ. i⁵5ന്റെ വില നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ, ഈ i² (-1) എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എഴുതുക ഇതിന്റെ ഉത്തരം i⁵5ന്റെ വില. i⁵5ന്റെ വില എന്ത്? i⁵5ന്റെ വില എന്ത്? i⁵5ന്റെ വില എന്ത്? i⁵5ന്റെ വില എന്ത്? യെസ്, i⁵5ന്റെ വില. i⁵5ന്റെ വില -1 അല്ലെ? -1 കിട്ടിയവരുണ്ട്, i കിട്ടിയവരുണ്ട്. -1 കിട്ടിയവരുണ്ട്, i കിട്ടിയവരുണ്ട്. -1 കിട്ടിയവരുണ്ട്, i കിട്ടിയവരുണ്ട്. -1 എല്ലാവർക്കും -1. iയും -1. വേറെ ആൻസർ ഒന്നും ഇല്ലല്ലോ. iയും -1 അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? iയും -1ഉം 1ഉം അല്ലാതെ, iയും -1ഉം 1ഉം അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? iയും -1ഉം 1ഉം അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? √(-1) റൂട്ട് വേണ്ട, നമുക്ക് റൂട്ട് ഇല്ലാതെ ആൻസർ കിട്ടുന്നത്. റൂട്ട് വരത്തില്ല കേട്ടോ, നമ്മുടെ ഉത്തരത്തിൽ റൂട്ട് വരത്തില്ല. റൂട്ട് ഇല്ലാത്ത ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. iയും -1ഉം 1ഉം അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? i -1 1 ഇതൊന്നും അല്ലാതെ വേറെ ഉത്തരം ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഉത്തരം പറയാം. ഉത്തരം i ആണ് കേട്ടോ. ഉത്തരം i ആണ്. i ആണ് ഉത്തരം കേട്ടോ. i ആണ് ഉത്തരം. ഇതിന്റെ ഉത്തരം i ആണ്. ശരി, ഉത്തരം i ആണ്. അപ്പൊ എങ്ങനെ കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നോക്കിയില്ലേ, ഞാൻ ഈ i⁵5നെ i² i² i²ന്റെ സ്ക്വയർ അതിന്റെ കൂടെ ഒരൈ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? i⁵5നെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? i² അതിന്റെ സ്ക്വയർ ഗുണം ഒരൈ. i² അതിന് നമ്മൾ സ്ക്വയർ കൊടുത്തു, i² ഒരു സ്ക്വയർ കൊടുത്തു, അതിന്റെ കൂട്ടത്തിൽ ഒരു ഐ കൂടെ വന്നു.
റൂട്ട് മൈനസ് ഉണ്ടോ? അതല്ലേ പറഞ്ഞ റൂട്ട് മൈനസ് ഉണ്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? റൂട്ട് കളയാൻ വേണ്ടിയല്ലേ നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം പഠിച്ചത് തന്നെ. അപ്പൊ വീണ്ടും റൂട്ട് പറയാമോ? പറഞ്ഞൂടാ. അപ്പൊ ഐ സ്ക്വയർ ഐ റേസ് ടു നമുക്ക് എങ്ങനെ എഴുതാം? ഐ സ്ക്വയർ അതിന്റെ മേളിൽ സ്ക്വയർ ഇൻറ്റു ഒരു ഐ. ഓക്കെ ആണോ? ഐ റേസ് ടു നമ്മൾ എങ്ങനെ എഴുതി? ഐ സ്ക്വയർ ഐ സ്ക്വയർ അതിന്റെ മുകളിൽ ഒരു സ്ക്വയർ പിന്നെന്ത് വന്നു? ഒരു ഐ വന്നു. ഓക്കെ ആണല്ലോ? ഇങ്ങനെ എഴുതാമല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്കറിയാം ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണല്ലോ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണല്ലോ. അപ്പോൾ മൈനസ് വണ്ണിന്റെ സ്ക്വയർ, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്, മൈനസ് വണ്ണിന്റെ സ്ക്വയർ ഇൻറ്റു ഒരു ഐയും കൂടെ വരും അല്ലെ? ഇൻറ്റു ഒരു ഐ കൂടെ വരും. ഇനി നമുക്കറിയാം മൈനസ് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഇനി 1 ഗുണം ഐ എന്ത് കിട്ടും? ഐ തന്നെ കിട്ടും. അങ്ങനെ അവസാനം നമുക്ക് ആൻസർ കിട്ടും. എന്ത് കിട്ടും? ഐ എന്ന് തന്നെ കിട്ടും. ഫൈനലി നമുക്ക് ആൻസർ കിട്ടും. എന്ത്? ഐ എന്ന് തന്നെ കിട്ടും. മൈനസ് വണ്ണിന്റെ സ്ക്വയർ വൺ ആണ്. അതിന്റെ കൂടെ ഒരു ഐ കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ തന്നെ കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ ഓക്കെ. ഐ റൈസ് ടു 4 എന്ത് കിട്ടും? ഐ റൈസ് ടു 4 യെസ്, ഐ റൈസ് ടു 4 എന്ത് കിട്ടും? 1 അല്ലേ? യെസ്, എല്ലാവർക്കും കിട്ടി. ഐ റൈസ് ടു 4 എല്ലാവർക്കും കിട്ടി. 1. ഉത്തരം ശരിയാണ്. ഐ റൈസ് ടു 4 1 ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ എന്ത് കിട്ടിയാലും ഐ വെച്ച് ചെയ്യാനുള്ള എന്ത് കിട്ടിയാലും നമ്മൾ അത് എന്തിന്റെ ഫോമിലോട്ട് ആക്കണം? ഐ സ്ക്വയറിന്റെ ഫോമിലോട്ട് മാറ്റണം. ഐ വെച്ച് ചെയ്യാൻ എന്ത് വന്നാലും, ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ എന്തിലോട്ട് മാറ്റുക? ഐ സ്ക്വയറിന്റെ ഫോമിലോട്ട് മാറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. എന്തെഴുതാം? ഐ റൈസ് ടു 4 നമുക്ക് എഴുതാം ഐ സ്ക്വയർ അതിന്റെ മേളിൽ ഒരു സ്ക്വയർ. ഐ റൈസ് ടു 4 ആയല്ലോ. ഐ സ്ക്വയർ അതിന് വീണ്ടും ഒരു സ്ക്വയർ. ഐ സ്ക്വയർ അതിന് വീണ്ടും ഒരു സ്ക്വയർ. ഐ റൈസ് ടു 4 ആയല്ലോ. ഇനി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണല്ലോ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്. മൈനസ് വണ്ണിന് ഒരു സ്ക്വയർ. മൈനസ് വണ്ണിന് ഒരു സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? മൈനസ് വണ്ണിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് 1 കിട്ടും. അപ്പോൾ ഐ റൈസ് ടു 4ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? പ്ലസ് 1 കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ ഇനിയിപ്പം ഐയുടെ ക്വസ്റ്റ്യൻസ് ഐയുടെ ഏത് വില ചോദിച്ചാലും ചെയ്യല്ലോ. ഐ റൈസ് ടു 100 ചോദിച്ചാലും ചെയ്യല്ലോ. ഐ റൈസ് ടു 100 ചോദിച്ചാലും ചെയ്യുമല്ലോ. യെസ്, മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? എന്താ സൗണ്ട് വേറെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ വിഷ്ണു? മറ്റു സൗണ്ട് ഒന്നും ഇല്ലല്ലോ. റൂം പൂട്ടിയിരിക്കുകയാണല്ലോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? വേറെ സൗണ്ട് വരാതിരിക്കാൻ ഫാൻ പോലും ഇട്ടിട്ടില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ? വേറെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഐയുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഓക്കെ ആണല്ലോ? നമ്പർ സിസ്റ്റം ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. ഞാൻ ഒന്നുകൂടെ പറയാം അല്ലെ? ഒന്നുകൂടെ പറയാം. ഐയുടെ കൺസെപ്റ്റ് ഒന്നുകൂടി പറയാം. നമ്മളൊരു കാര്യം ചെയ്യാം. ഐയുടെ വാല്യൂസ് നമുക്കൊന്ന് എഴുതാം. ആദ്യം നമുക്ക് ഐ സ്ക്വയർ എഴുതാം. ഐ സ്ക്വയർ എന്ത് കിട്ടും? -1 കിട്ടും. ഐ സ്ക്വയർ ഒന്നുകൂടെ പറയാനല്ല, പ്രോബ്ലം ഒന്നുകൂടെ. ഓക്കെ ഓക്കെ, പ്രോബ്ലം ഒന്നുകൂടെ. അങ്ങനെയാണെങ്കിൽ ഐ റൈസ് ടു 3 എന്ത് കിട്ടും? പറഞ്ഞോ. യെസ് ഐ റൈസ് ടു 3 എന്ത് കിട്ടും? മൈനസ് ഐ അല്ലെ? യെസ്, മൈനസ് ഐ. ഐ റൈസ് ടു 3 എന്ത് കിട്ടും? മൈനസ് ഐ കിട്ടും. ഐ റൈസ് ടു 3 എന്ന് പറഞ്ഞാല് മൈനസ് ഐ കിട്ടും അല്ലെ? ഐ റൈസ് ടു 3 നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഐ കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? ഐ റൈസ് ടു 3 എങ്ങനെ എഴുതാം? ആദ്യം ഐ സ്ക്വയർ എന്ന് എഴുതാം. ഐ റൈസ് ടു 3 ഗുണം ഇൻറ്റു ഒരു ഐ. ഐ സ്ക്വയർ ഇൻറ്റു ഐ ഇങ്ങനെ എഴുതാമല്ലോ. ഐ റൈസ് ടു 3 നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാമല്ലോ. ഐ സ്ക്വയർ ഇൻറ്റു ഐ അല്ലെ? ഐ റൈസ് ടു 3 നമുക്ക് എങ്ങനെ എഴുതാം? ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഇനി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണല്ലോ. അതാണ് നമ്മുടെ ബേസ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. ഞാൻ ആദ്യം പറഞ്ഞില്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1.
അതാണ് നമ്മുടെ ബേസ്. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു ഐ വരും അല്ലെ. -1 ഗുണം ഐ എന്ത് കിട്ടും ഉത്തരം? -i എന്ന് വരും. -i എന്ന് വരും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ ആരതി? ആരതി ഓക്കെ ആണോ? ഇനി വേറെ ക്വസ്റ്റ്യൻ വേണോ? മതിയോ? ഇത് മതിയോ ക്വസ്റ്റ്യൻ? ഏത് വന്നാലും ചെയ്യല്ലോ. അപ്പൊ ഐ വെച്ചിട്ട് I6. യെസ്, I6 കൂടെ ചെയ്യാം. I6 കൂടെ ചെയ്യാം. നമുക്ക് I6 കൂടെ ചെയ്യാം. നല്ലൊരു ഓപ്ഷൻ ആണ് I6. I6 കൂടെ ചെയ്തോ. അത് ഇതുപോലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ലൊരു സംശയമായിരുന്നു I6. കാരണം ഇതുപോലല്ല, വേറൊരു ഉത്തരവാണ് കിട്ടുന്നത്. ഇതുവരെ ചെയ്ത ഉത്തരവല്ല കിട്ടുന്നത്, വേറൊരു ഉത്തരം കിട്ടും. ഇതുവരെ നമുക്ക് കിട്ടിയ ഉത്തരവല്ല കിട്ടുന്നത്, പുതിയൊരു ഉത്തരം കിട്ടും I6 ചെയ്യുമ്പോൾ. യെസ്, എന്ത് വരും? -1 വരും അല്ലെ. യെസ്, -1 വരും. യെസ്, I6 ചെയ്യുമ്പോൾ എന്ത് വരും? -1 വരും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? I², അതിന്റെ മുകളിൽ എന്ത് എഴുതാം? ഒരു 3 എഴുതാമല്ലോ. I6 എങ്ങനെ എഴുതാം? I²3 എന്ന് എഴുതാം. ഇനി I² എന്ന് പറഞ്ഞാൽ എത്രയാണ്? I² എന്ന് പറഞ്ഞാൽ -1 ആണ്. -1ന്റെ മുകളിൽ ഒരു 3 എഴുതാം. -1ന്റെ മുകളിൽ ഒരു 3 എഴുതാം. അതിന്റെ ഉത്തരം എത്ര കിട്ടും? -1/3 -1 തന്നെ വരുമല്ലോ. -1 തന്നെ വരും. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. എല്ലാ ടൈപ്പും ആയല്ലോ. -1 കിട്ടി, -i കിട്ടി, i കിട്ടി, പിന്നെ 1 കിട്ടി. എല്ലാ ടൈപ്പ് ആൻസറും കിട്ടിയല്ലോ. യെസ്, സെറ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മള് നമ്പർ സിസ്റ്റത്തിലെ മെയിൻ പോർഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ. 7 ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, 7 ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയ കുറച്ച് നമ്പേഴ്സ് സിസ്റ്റം ഉണ്ട്, ഇതിന്റെ സബായിട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ നമ്പേഴ്സ് സിസ്റ്റങ്ങൾ നമ്മൾ പറയാതെ പോയിട്ടുണ്ട്, അതുകൂടെ പറയാം. അതിൽ ആദ്യത്തത് ഒറ്റസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ അറിയാമല്ലോ. നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മൾ പറയുന്ന ഒറ്റസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ. 8ാമത് നാച്ചുറൽ നമ്പേഴ്സിൽ പറയുന്ന ഒറ്റസംഖ്യകളും ഇരട്ടസംഖ്യകളും. എണ്ണൽ സംഖ്യകളുടെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടതാണ് ഒറ്റസംഖ്യകളും ഇരട്ടസംഖ്യകളും അല്ലെ. ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ഒറ്റസംഖ്യകളും ഇരട്ടസംഖ്യകളും. 1, 3, 5, 7 ഒറ്റസംഖ്യകള്, 2, 4, 6, 8 ഇരട്ടസംഖ്യകള്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പറയുന്ന അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാല്, അടുത്ത പറയാൻ പോകുന്ന 9ാമത് പറയാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാല്, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അഭാജ്യ സംഖ്യകൾ. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആ സംഖ്യമല്ലാതെ മറ്റൊരു സംഖ്യയും ഘടകമായി ഇല്ലാത്ത സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. എ നമ്പർ which have no other factors other than 1 and the number itself. ഓക്കെ, അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. ഒരു സംഖ്യക്ക് ഒന്നും ആ സംഖ്യയുമല്ലാതെ മറ്റൊരു സംഖ്യയും ഘടകമായി വരുന്നില്ലെങ്കിൽ, ഫാക്ടറായി വരുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2. ഒന്നെടുക്കണ്ട, ഇതിലൊന്നും വരുന്നില്ല. ഓക്കെ, ഒന്നിനകത്തും വരുന്നില്ല, അപ്പൊ 1 പറയണ്ട. 2 വരും, 3 വരും, 3ന് മറ്റു ഘടകങ്ങളില്ല. 4 വരുമോ? 4 വരുമോ? ഇല്ല, 4 വരത്തില്ല. 5 വരും, 7 വരും, 9 വരത്തില്ല. 9 വരാത്തതിന്റെ കാരണം 9ന് ഘടകമായിട്ട് എന്തുണ്ട്? 3 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 10 വരത്തില്ല, 11 വരും, 13 വരും, 17 വരും, അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഈ സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. പിന്നെ 10ാമതായിട്ട് നമ്മൾ പറയുന്ന നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഭാജ്യ സംഖ്യകൾ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്.
ഘടകങ്ങളുള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങുന്നത് നമ്മൾ എക്സാമ്പിൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് 4, 6, 8, 9, 10, 12 അങ്ങനെ. ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം 2. യെസ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ യെസ് 4. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരാളുടെ കാര്യം പറഞ്ഞില്ല, നമ്മൾ ഒരാളെ വിട്ടായിരുന്നു. ഒന്നിന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? ഒന്നിന്റെ കാര്യം പറഞ്ഞില്ല. എന്താണ് ഒന്നിന്റെ പ്രത്യേകത? ഒന്ന് ഇതിൽ ഏതിപ്പെടും? പ്രൈം നമ്പേഴ്സിൽ വരുമോ കോമ്പോസിറ്റ് നമ്പേഴ്സിൽ വരുമോ? ഒന്ന് പ്രൈം നമ്പേഴ്സിൽ വരുമോ കോമ്പോസിറ്റ് നമ്പേഴ്സിൽ വരുമോ? ഇതിൽ ഒന്നിലും വരത്തില്ല അല്ലേ? ഒന്നിലും വരത്തില്ല. ഒന്നിനെ ഈ ഗണത്തിൽ ഒന്നും പെടുത്താൻ പറ്റത്തില്ല. എന്താ നമ്മൾ പറയുന്നത്? വൺ ഈസ് നെയ്തർ പ്രൈം, നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ വണ്ണിനെ പറ്റി പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വണ്ണിനെ പറ്റി പറയുന്നത്. വൺ ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാ പറയുന്നത്. ഒന്ന് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല അല്ലേ? ഒന്നെന്ന് പറയുന്നത് ഭാജ്യ സംഖ്യയുമല്ല അഭാജ്യ സംഖ്യയുമല്ല. ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? മനസ്സിലായോ? സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ അടുത്ത സിസ്റ്റം ഉണ്ട്, 11ാമത്തെ ഉണ്ട്. 11ാമത്തത് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയും. കോപ്രൈം നമ്പർ, അത് നമ്പർ സിസ്റ്റം ഒന്നുമല്ല, അറിഞ്ഞിരുന്നാൽ മതി. കോപ്രൈം നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ 4 പ്രൈം ആണോ? 4 പ്രൈം ആണോ? 4 പ്രൈം ആണോ? അല്ല, 4 പ്രൈം അല്ല. 9 പ്രൈം ആണോ? 9 എന്ന് പറയുന്ന സംഖ്യ പ്രൈം ആണോ? 9 പ്രൈം ആണോ? 9 പ്രൈം ആണോ? 4 എന്ന് പറയുന്ന സംഖ്യ അഭാജ്യ സംഖ്യയല്ല. 4ന് ഘടകങ്ങളുണ്ട്. 4ന് ഘടകങ്ങളുണ്ട്. പിന്നെ 9 എന്ന് പറയുന്ന സംഖ്യ, 9ഉം അഭാജ്യ സംഖ്യയല്ല. 9ന് ഘടകങ്ങളുണ്ട്. 3 9ന്റെ ഘടകമാണ്. അപ്പൊ 9ഉം അഭാജ്യ സംഖ്യയല്ല. ഇനി ഈ 4ഉം 9 കൂടെ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ, 4ഉം 9ഉം കൂടി ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ഒരുമിച്ച് ഘടകങ്ങൾ വല്ലതും ഉണ്ടോ? പൊതു ഘടകം വല്ലതും ഉണ്ടോ? നാലിനും 9നും ഒരുമിച്ച് ഘടകങ്ങൾ വല്ലതും ഉണ്ടോ? കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടോ? 4നും 9നും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടോ? 4നും 9നും ഒരുപോലെ വരുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടോ? ഒന്ന് എടുക്കണ്ട, ഒന്ന് വേണ്ട, ഒന്നല്ലാതെ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? 4നും 9നും ഒരുപോലെ ഫാക്ടറായിട്ട് വരുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇങ്ങനെ ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. ഇപ്പൊ രണ്ട് സംഖ്യകൾ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നോക്കുമ്പോൾ അതിന് പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇഫ് HCF ഓഫ് two numbers is 1, then those numbers are കോപ്രൈം. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? കോപ്രൈം. അതായത് രണ്ട് സംഖ്യക്കും പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അവയുടെ HCF ഒന്നായിരിക്കുമല്ലോ. രണ്ട് സംഖ്യക്ക് പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അവയുടെ HCF ഒന്നായിരിക്കുമല്ലോ. If HCF of two numbers is 1, then those numbers are കോപ്രൈം. അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? കോപ്രൈം. രണ്ട് സംഖ്യക്ക് പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇത് കോപ്രൈം. ഓക്കെ ആണല്ലോ? നമ്മൾ 11 നമ്പർ സിസ്റ്റം പഠിച്ചല്ലോ. തീർന്നില്ല. ഇന്ന് തന്നെ നമുക്ക് നമ്പർ സിസ്റ്റം ഒക്കെ ഇന്ന് പറഞ്ഞ് തീർക്കാൻ നോക്കാം. 12ാമത് പെർഫെക്റ്റ് നമ്പർ. 12ാമത് പെർഫെക്റ്റ് നമ്പർ കേട്ടിട്ടുണ്ടോ? പെർഫെക്റ്റ് നമ്പർ കേട്ടിട്ടുണ്ടോ?
അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് കേട്ടിട്ടുണ്ടോ? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? പെർഫെക്റ്റ് നമ്പേഴ്സ്, പരിപൂർണ സംഖ്യകൾ, പരിപൂർണ സംഖ്യകൾ. പരിപൂർണ സംഖ്യകൾ, പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറയും. ഇതിന്റെ മറ്റൊരു പേരാണ് അനഘസംഖ്യ. ഇതിന്റെ മറ്റൊരു പേരാണ് അനഘസംഖ്യ. പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ. എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ? ഒരു സംഖ്യയുടെ ഘടകങ്ങളെല്ലാം കൂട്ടുമ്പോൾ, ഒരു സംഖ്യയുടെ ഘടകങ്ങളെല്ലാം കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ, ഒരു സംഖ്യയുടെ ഘടകങ്ങളെല്ലാം കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് എന്ത്? പെർഫെക്റ്റ് നമ്പേഴ്സ്. അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 12ന്റെ ഘടകങ്ങളൊക്കെ പറഞ്ഞേ. 12ന്റെ ഫാക്ടേഴ്സ്, 12ന്റെ ഘടകങ്ങൾ എന്തൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 6 വരും, 12 വരും അല്ലെ? 12ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വരും, 2 വരും, 3 വരും, 4 വരും, 6 വരും, 12 വരും. ഇതിൽ 12 കൂട്ടണ്ട, 12 എടുക്കണ്ട. ബാക്കി എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 12 ഒഴികെ ബാക്കിയെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 6 4 10, 10 3 13 15 16 കിട്ടും അല്ലെ? ബാക്കിയെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. 12 ഒഴികെ ബാക്കിയെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16 കിട്ടും. സംഖ്യ തന്നെ കിട്ടിയോ? 12 തന്നെ കിട്ടിയോ? ഇല്ലല്ലോ. ശരിക്കും 12 ആയിരുന്നു കിട്ടേണ്ടത്, കിട്ടിയോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 6ന്റെ ഫാക്ടേഴ്സ്, 6ന്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് 6, 6ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 വരും, 2 വരും, 3 വരും, 6 വരും അല്ലെ? 1 വരും, 2 വരും, 3 വരും, 6 വരും. 1 2 3 6. അപ്പൊ ഇതിൽ 6 അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൂടെ കൂട്ടി നോക്കിയേ. 6 അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൂടെ കൂട്ടി നോക്കിയേ. 6 അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൂടെ കൂട്ടി നോക്കിയേ. എത്ര കിട്ടും? 1 പ്ലസ് 2 പ്ലസ് 3 അല്ലേ? എത്ര കിട്ടും? 3 2 5, 5 1 6 കിട്ടിയല്ലോ. 6 അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൂട്ടിയപ്പോ എത്ര കിട്ടി? 6 കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്. അതായത് ഘടകങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? ആ സംഖ്യ തന്നെ കിട്ടണം. എക്സാമ്പിൾ, ആദ്യത്തെ 4 പെർഫെക്റ്റ് നമ്പേഴ്സ് നിങ്ങൾ കാണാൻ പഠിച്ചിരുന്നോ? ഓർത്തിരുന്നോ? ആദ്യത്തെ 4 പെർഫെക്റ്റ് നമ്പേഴ്സ് ഓർത്തിരുന്നോ? എക്സാമ്പിൾ ആയിട്ട് ആദ്യത്തെ 4 എണ്ണം, ഇതിനിടയ്ക്ക് വേറെ ഒന്നുമില്ല. 6 വരും, പിന്നെ 28 വരും, പിന്നെ 496 വരും, പിന്നെ 81 28 വരും. 6 വരും, 28 വരും, 496 വരും, 81 28 വരും. ഈ 4 എണ്ണം നോട്ട് ചെയ്ത് വെച്ചോ, കാണാതെ പിടിച്ച് വെച്ചോ. ഈ 4 സംഖ്യകളാണ് ആദ്യത്തെ പെർഫെക്റ്റ് നമ്പേഴ്സ്. ആദ്യത്തെ പെർഫെക്റ്റ് നമ്പേഴ്സ്. ഓക്കെ ആണോ? സെറ്റാണല്ലോ. സെറ്റാണെങ്കിൽ അവസാനമായി ഒരു നമ്പർ സിസ്റ്റം കൂടെ പറയാം. 13ാമത്തെ നമ്മുടെ നമ്പർ സിസ്റ്റം. 13ാമത്തെ സിസ്റ്റം ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്. ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്. ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്. ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്. ഓക്കെ, ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തില് അതീത സംഖ്യകൾ എന്ന് പറയും. അതീത സംഖ്യകൾ. അതീത സംഖ്യകൾ എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കാതെ പോകുന്ന പറയുന്ന സംഖ്യകൾ, അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളെ പറയുന്ന പേരാണത് ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്. ദശാംശം കഴിഞ്ഞിട്ട് അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ 0.123 123 123 എക്സെട്ര ഇങ്ങനെ പോവല്ലോ. ഇങ്ങനെ പോകുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ്.
അപ്പൊ ഇത്രയാണ് നമ്പേഴ്സിന്റെ ഒരു ബേസിക് അടിസ്ഥാന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. ഇതിനിടയിൽ പിന്നെ ദശാംശ സംഖ്യകൾ വരുന്നുണ്ട്, അതാണല്ലോ അറിയാമല്ലോ. ഡെസിമൽ വരുന്നുണ്ട്, അത് ഫ്രാക്ഷനകത്ത് വരുന്നത്. ഡെസിമൽ ഫ്രാക്ഷൻ ഒക്കെ ഫ്രാക്ഷനിൽ പ്രത്യേകം വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്പർ സിസ്റ്റം എന്താണെന്നും എത്ര തരം നമ്പേഴ്സ് ഉണ്ടെന്നും എല്ലാം ഒരുവിധം ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, ഓക്കെ ആണല്ലോ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നല്ലോ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പൊ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ തന്നെ ഇടുക. ആദ്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചില്ല, ഫസ്റ്റ് ക്ലാസ് ആയിരുന്നല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കുറവാണോ, ശബ്ദം കുറവാണോ, ശബ്ദം കൂടുതലാണോ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ തന്നെ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്പർ സിസ്റ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് കുറെ പഠിക്കാൻ. ഇതിന്റെ ഒരു ബേസിക് മാത്രമാണ്, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. തൽക്കാലം ഇത്ര നിൽക്കട്ടെ. ഗുഡ് നൈറ്റ്, താങ്ക് യു.